ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കിങ് ഓഫ് പോപ്പ് ആയിരിക്കുന്ന മൈക്കിൾ ജാക്സന്റെ മൂവി ഞാൻ ഇന്ന് കോഴിക്കോട് നിന്ന് കാണുകയുണ്ടായി. സത്യം പറയട്ടെ ഗൈസ്, ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അത് അത്രയും ഭയങ്കരമായിരുന്നു. അതായത് ഈ സിനിമ കാണാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ലോകത്തിലുള്ള മൈക്കിൾ ജാക്സന്റെ ബില്ലി ജീനും ത്രില്ലറും ബീറ്റിറ്റൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാർ നമുക്കറിയാം. ലോകം മുഴുവൻ ഫാൻസുള്ള, ഇതിനും മുകളിൽ ഫാൻസുള്ള ഒരു വ്യക്തി ചിലപ്പം ഭൂമി ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രയും ആൾക്കാർ ആരാധിച്ചിരിക്കുന്ന വ്യക്തി. എല്ലാവരുടെ മനസ്സിലും പുള്ളി ഒന്ന് ടച്ച് ചെയ്യാതെ പോയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിൻ്റെ ഒരു ബയോപിക്ക്, അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു വർക്ക് എന്നല്ല നമുക്ക് പറയാം. അമ്മാതിരി രീതിയിലുള്ളൊരു സംഭവം. അപ്പോൾ ആ ഒരു ആൻറ്റിസിപ്പേഷനിലാണ് ഞാൻ ഈ സിനിമ കാണാനിരുന്നത്. എസ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത്, അതിൻ്റെ ട്രെയിലറിലും കണ്ട സമയത്ത് ഞാൻ വിചാരിച്ച് വേറെ ലെവൽ സാധനമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ സിനിമ പോയിട്ട് കാണാൻ ഇന്ന് കാണാനിരുന്നത്. സത്യം പറയാലോ, ആദ്യമൊക്കെ നമ്മളിങ്ങനെ അത് വളരെ സിങ്കായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആക്ടേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് ഭയങ്കര നല്ലതാണ്, നല്ല മേക്കിംഗ് ആണ്, എല്ലാം ആണ്. പക്ഷേ ഇതിങ്ങനെ ഓരോരോ ചാപ്റ്റേഴ്സായിട്ട് ജസ്റ്റ് മൈക്കിൾ ജാക്സൻ്റെ 1966 തൊട്ട് 1998 വരെ ഈ പുള്ളിക്കാരൻ്റെ ചെറുപ്പകാലത്തിലുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോരോ ഷോസ്, ഓരോ സ്ഥലത്ത് പാടാൻ പോയത്, ജസ്റ്റ് ആ ഒരു ഇൻസിഡൻസ് മാത്രമേ സംഭവത്തിൽ കാണിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഫാദറുമായിട്ടുള്ള ഫ്രിക്ഷൻ, അത് പുള്ളിയുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഫാദറുമായിട്ടുള്ള ഫ്രിക്ഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 1968 ഇവിടെ നടന്നു, 1971 കാലിഫോർണിയയിലെത്തി, അവിടുന്ന് വേറെ സ്ഥലത്തോട്ടേക്ക് ഇപ്പോൾ ന്യൂയോർക്കിലേക്ക് എത്തുന്നത്. അങ്ങനെ ഓരോരോ ഷോസ്, അതിൻ്റെ BTS, ബിഹൈൻഡ് ദ സീൻസ്, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലോട്ടേക്ക് നമുക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു വാവ് ഫാക്ടർ, വാവ് മൂവ്മെൻറ്റ്സ് അങ്ങനത്തെ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പുള്ളിയുടെ പെറ്റ്സിൻ്റെ അടുത്തുള്ള ലവ്, അതായത് ഒന്നും ഒരു ഡീപ്പറായിട്ട് പുള്ളിയുടെ ജീവിതത്തിലോട്ടേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് ഡയറക്ടറോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സംഭവം. അതായത് സർഫേസ് ലെവലിൽ വെറുതെ മൈക്കിൾ ജാക്സന്റെ കുറേ ഇവൻറ്റ്സ് ഓരോരോ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ, ഓരോ വേൾഡ് ടൂറും കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് സോങ്സ് കാണിക്കുന്നുണ്ട്, കുറച്ച് ഡാൻസ് മൂവ്സ് കാണിക്കുന്നുണ്ട്, എങ്ങനെ അതിലോട്ടേക്ക് എത്തി. അതുപോലെ തന്നെ ബാക്കിൽ ബിഹൈൻഡ് ദ സീൻസ് നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഫാദറുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഓരോ ത്രില്ലറും കാര്യങ്ങളും ബീറ്റിറ്റൊക്കെ ഇറക്കിയപ്പോൾ റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്തിട്ട് വേൾഡ് അല്ലെങ്കിൽ US ചാർട്ടിൽ നമ്പർ 1 ആയിട്ടുള്ളത്, റെക്കോർഡ് സെയിൽസ്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പോകുന്നേ ഉള്ളൂ. അത് ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇൻസൈറ്റിൽ ഇറങ്ങുക, ഡീപ്പായിട്ട് ആ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരുടെ മുന്നിലോട്ടേക്ക് തുറന്നു കാണിക്കുക, അങ്ങനെയുള്ള യാതൊരുവിധ സംഭവങ്ങളൊന്നും ഇവർ അതിലോട്ടേക്ക് ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എസ്പെഷ്യലി ഇതിൻ്റെ ലാസ്റ്റ് ടൈലൻ്റെല്ലാം കണ്ടപ്പോൾ ഞാൻ സത്യം പറയാം, വാട്ട് ദ ഹെൽ ഈസ് ദിസ് എന്നായിപ്പോയി. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇത് അത്രയും അബ്രഡായിട്ടാണ് അത് നിന്നിരിക്കുന്നത്. പുള്ളിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്ന 1990s തൊട്ടിട്ട് പല കോൺട്രവേഴ്സീസും കാര്യങ്ങളും പുള്ളിയുടെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വിഷമങ്ങളോ അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള കോൺട്രവേഴ്സീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇതിൽ കാണിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചാൽ അതെല്ലാം കവറപ്പ് ചെയ്തിട്ടാണ് ഈ സിനിമ ഹോളായിട്ട് ആൾക്കാരുടെ മുന്നിലോട്ടേക്ക് ഇപ്പോൾ എത്തുക എന്നാണ്. അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഹാപ്പി ആയിട്ടുള്ള സമയങ്ങൾ, പുള്ളിയുടെ സക്സസ്, ഫാദറുമായിട്ടുള്ള ഫ്രിക്ഷൻ ഒരു സ്ഥലത്തുണ്ട്, ലോൺലിനെസ് ഒക്കെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം പുള്ളീനെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഓരോ ദിവസം എന്നുള്ള കാര്യങ്ങൾ അതൊന്നും അങ്ങനെ ഒരു സംഭവം, ഒരു ഇൻസിഡൻറ്റ് ഡീപ്പർ ലെവലിൽ അവരങ്ങ് ഇറങ്ങി പോയി അന്വേഷിക്കുന്നില്ല. സർഫേസ് ലെവലിൽ ടച്ച് ചെയ്യുന്നു, അതങ്ങനെ കഴിയുന്നു, അടുത്ത പാട്ടിലോട്ടേക്ക് എത്തുന്നു. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് മൂവി മേക്കിംഗ് ആണ് ഇതിൽ പോയിരിക്കുന്നത്. ഐ എം ഹ്യൂജ്ലി ഡിസപ്പോയിൻറ്റഡ്, ബിക്കോസ് അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു മൂവിയാണ്. ഈ പുള്ളിയുടെ ലൈഫ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ പോലെ ലോകത്തിൽ ആരുടെയും ജീവചരിത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു മനുഷ്യൻ്റെയും. അത് ഏറ്റവും ഡള്ളായ രീതിയിലാണ് അവർ ചെയ്തത്. നമ്മൾ ഫാൻസിന് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഇതും കിട്ടാത്ത ഒരു കൈൻഡ് ഓഫ് വർക്കായിപ്പോയി. ജസ്റ്റ് ഒരു കണ്ട് മറക്കാൻ പറ്റുന്ന ഒരു വർക്ക്. ഒരു യൂട്യൂബിലൊരു വീഡിയോ, എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്ററി എടുത്തിട്ട് കണ്ടാൽ മതിയായിരുന്നു. ചിലപ്പോൾ അത് ഇതിലേറെ നമുക്കൊരു ഇത് തരുമായിരുന്നു. ടോട്ടലി ഡിസപ്പോയിൻറ്റിങ്. വേറൊന്നും പറയാനില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ കമൻസ് എന്താണെന്നൊരു വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ഗൈസ് ആൻഡ് ബൈ ബൈ.